ഹായ് ഓൾ. അലാവുദ്ദീൻ്റെ ഭൂതത്തെപ്പോലെ ആകർഷണതത്വം നമ്മുടെ എല്ലാ കൽപ്പനകളും നിറവേറ്റിത്തരും. നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ തോന്നുന്ന ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ ഡ്രീംസ് പൂർത്തീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നതാണ് നമ്മുടെ ഉള്ളിലെ ഉപബോധ മനസ്സ്. ആവശ്യപ്പെടുക, വിശ്വസിക്കുക, സ്വീകരിക്കുക എന്നിങ്ങനെ ലളിതമായ 3 പടികളിലൂടെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സൃഷ്ടിക്കാൻ സൃഷ്ടി പ്രക്രിയ സഹായിക്കുന്നത്. ആവശ്യപ്പെടുക എന്നാൽ പ്രപഞ്ചത്തോട് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് സ്വന്തം മനസ്സിൽ വ്യക്തമാക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. മനസ്സിൽ വ്യക്തത ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെട്ടു എന്നർത്ഥം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഫുഡ് ഓർഡർ ചെയ്ത് റെസ്റ്റോറൻറ്റിൽ ഇരുന്നാൽ നമുക്ക് ഉറപ്പുണ്ട് അത് നമ്മുടെ ടേബിളിൽ എത്തുമെന്നുള്ളത്. ഇടയ്ക്കിടെ പോയി നമ്മളത് ചോദിക്കേണ്ട കാര്യമില്ല എന്നതുപോലെ തന്നെയാണ് നമ്മൾ ആ ഫുഡ് വീണ്ടും ഇതെനിക്ക് വേണ്ട വേറൊന്നും മതിയെന്ന് നമ്മൾ പറയാറുമില്ല എന്നതുപോലെ തന്നെയാണ് ഇവിടെ ആകർഷണ നിയമവും നമ്മളിൽ പ്രവർത്തിക്കുന്നത്. വിശ്വസിക്കുക എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞെന്ന രീതിയിൽ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചിന്തിക്കുകയുമാണ്. നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന തരംഗം നിങ്ങൾ പ്രസരിപ്പിക്കുമ്പോൾ, ആ ഫീലിങ്ങിൽ നിങ്ങൾ നടക്കുമ്പോൾ, ആകർഷണ തത്വം ആളുകളെയും സംഭവങ്ങളെയും സാഹചര്യങ്ങളെയും നിങ്ങൾക്കത് നേടിത്തരുന്ന അവസ്ഥയിലേക്ക് ചലിപ്പിക്കുന്നു. സ്വീകരിക്കുക എന്ന ഘട്ടത്തിൽ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെട്ടാൽ ഉണ്ടാവുന്ന അതേ ഫീലിംഗ് അനുഭവിക്കണം. ആ സുഖാനുഭൂതി നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുവിൻ്റെ സമാന തരംഗത്തിൽ എത്തിക്കും. ശരീരഭാരം കുറയ്ക്കുവാൻ ഭാരം കുറയ്ക്കുക എന്നതിലല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, മറിച്ച് ലക്ഷണമൊത്ത ശരീരം എന്നതിലാണ്. ലക്ഷണമൊത്ത ശരീരമുള്ള അവസ്ഥയിൽ ഫീലിംഗ് നിങ്ങൾ അനുഭവിക്കുക. അപ്പോൾ നിങ്ങൾ ആ അവസ്ഥയെ നിങ്ങളിലേക്ക് വിളിച്ചു വരുത്തും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും പ്രത്യക്ഷമാക്കാൻ പ്രപഞ്ചത്തിന് സമയം ആവശ്യമില്ല. 1 രൂപ പ്രത്യക്ഷപ്പെടുത്തുന്നതും 1 കോടി പ്രത്യക്ഷപ്പെടുത്തുന്നതും ഒരുപോലെയാണ്. 1 കപ്പ് കാപ്പി അല്ലെങ്കിൽ കാർ നിർത്താൻ പാർക്കിംഗ് സ്ഥലം എന്നിവ പോലുള്ള ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ ആകർഷണ തത്വം ഫലപ്രദമായി പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ അനുഭവിച്ചറിയാൻ കഴിയും. ഇത് വളരെ രസകരമായ പ്രാക്ടീസാണ്. നിങ്ങൾ പിന്നീട് ഈ പ്രാക്ടീസുകൾ ചെറിയ ചെറിയ അനുഭവങ്ങൾ വന്നു തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ഈ പ്രാക്ടീസുകൾ വലിയ വലിയ ഗോൾസിലേക്ക് നിങ്ങൾ സ്വയം എത്തിച്ചിരിക്കും. എന്തെങ്കിലും ചെറിയ കാര്യത്തെ ആകർഷിക്കാൻ ശക്തമായി നിങ്ങൾ തീരുമാനിക്കുക. ആകർഷിക്കാനുള്ള നിങ്ങളുടെ ശക്തി നിങ്ങൾ സ്വയം അനുഭവിച്ചറിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ വലിയ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ കഴിയും. ഇന്നത്തെ ദിവസം എങ്ങനെയാകണമെന്ന് ആഗ്രഹിക്കുന്നു ആ വിധത്തിൽ അതിനെ മുൻകൂറായി സൃഷ്ടിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ആ ഫുൾ ഡേ എങ്ങനെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ബോധപൂർവം സൃഷ്ടിക്കാൻ കഴിയും. ആകർഷണ നിയമം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പാസ്റ്റ് ലൈഫിനെക്കുറിച്ചോ ഫ്യൂച്ചറിനെക്കുറിച്ചോ ഒന്നും നമ്മൾ പിന്നീട് ടെൻഷൻ അടിക്കുകയോ അതിനെക്കുറിച്ച് ആവലാതിപ്പെടുകയോ ചെയ്യില്ല. ഈ പ്രസൻറ്റ് മൊമെൻ്റ് മാത്രമാണ് നമ്മൾക്ക് പിന്നെ ഇമ്പോർട്ടൻ്റ്. ഈ പ്രസൻറ്റിൽ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിത്തുടങ്ങും. അതാണ് ആകർഷണ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.